നമുക്കറിയാം, ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം ചില തെളിവുകളാണ്. ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന് തെളിയിക്കാതെ സ്വർണം മോഷ്ടിച്ചു എന്ന് തെളിയിക്കുക അസാധ്യമാണ്. 1998 UB ഗ്രൂപ്പിന്റെ ചെയർമാനായ വിജയ് മല്യ 30 കിലോയിലധികം സ്വർണം, അതും സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത 22 കാരറ്റിന്റെ തനി തങ്കം അയ്യപ്പനെ പൊതിയാൻ ഉപയോഗിച്ചു എന്നതിന്റെ തെളിവില്ലാതെ സ്വർണം മോഷ്ടിച്ചു എന്ന് തെളിയിക്കാൻ സാധ്യമല്ല. അന്വേഷണ സംഘം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ സ്വർണം പൊതിഞ്ഞു എന്നതിന്റെ രേഖകൾ കാണാതെ പോയി എന്നതാണ്. ആ രേഖകൾ ദേവസ്വം ബോർഡിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ദേവസ്വം ബോർഡിനോട് ചോദിക്കുമ്പോൾ കൈമലർത്തി. ശബരിമലയിലില്ല, ദേവസ്വം ബോർഡ് ഓഫീസുകളിലില്ല. ഏതാണ്ട് 30 കിലോയിലധികം സ്വർണം പൊതിഞ്ഞത് ഹൈക്കോടതിയുടെ നിർദ്ദേശമടക്കം അനേകം നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയി. ദേവസ്വം ബോർഡ് അതിന് അനുമതി കൊടുക്കണം, ഇറക്കുമതി ചെയ്തതിന്റെ രേഖകൾ വേണം, സ്വർണ്ണപ്പണി ചുമതലപ്പെടുത്തിയതിന്റെ രേഖകളുണ്ട്. ഇങ്ങനെ നിരവധി രേഖകൾ ഉണ്ടെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദേവസ്വം ബോർഡിന് പലതവണ കത്തയച്ചു, അവർ കൈമലർത്തി. ദേവസ്വം വിജിലൻസ് റെയ്ഡ് നടത്തി, കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം ചില കടുത്ത നടപടികളുമായി മുമ്പോട്ട് പോയി. ഇങ്ങനെയുള്ള രേഖ നഷ്ടപ്പെട്ടതിനെ കുറിച്ചും അത് നഷ്ടപ്പെടുത്തിയവർ ബോധപൂർവമാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അവർ കൂടി ഈ മോഷണ കേസിൽ പ്രതിയാകും എന്ന തരത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇത് മുക്കാൻ ശ്രമിച്ചവർക്ക് പേടിയായി. കളി ഭഗവാനോടാണെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ ഒടുവിൽ ദേവസ്വം ബോർഡ് പ്രത്യേകം ഒരു സംഘത്തെ നിയോഗിച്ച് കണ്ടെത്തി. ശബരിമലയിലെ മോഷണവുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായ ഫയലാണ് ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടുകൂടി മോഷ്ടാക്കൾ ഓരോരുത്തരായി പിടിയിലാവുന്ന സാഹചര്യം രൂപപ്പെട്ടു. തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ദേവസ്വം ബോർഡ് പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ പഴയ രേഖകൾ സൂക്ഷിക്കുന്ന ഇടത്ത് അതീവ രഹസ്യമായി മാറ്റിവെച്ചിരുന്ന ഫയൽ ഇന്നലെ കണ്ടെടുത്തു. ആ ഫയലിൽ ഈ കേസിന് ആവശ്യമായ എല്ലാ രേഖകളുമുണ്ട്. പലരും സ്വർണം പൂശി എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ ശ്രമം നടന്നിരുന്നു. എന്നാൽ സ്വർണം പൂശിയതല്ല, സ്വർണം പൊതിഞ്ഞതാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖ. ഹൈക്കോടതിയുടെ അനുമതി ഉത്തരവ്, ഈ ഉത്തരവനുസരിച്ച് UB ഗ്രൂപ്പ് ഈ പണി ചെയ്യാൻ ഏറ്റെടുത്തതിന്റെ കരാറ്, ഇതനുസരിച്ച് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ്, ഇതിന്റെ ഭാഗമായി സ്വിറ്റ്സർലൻഡിൽ നിന്നും സ്വർണം ഇറക്കുമതി ചെയ്തതിന്റെ രേഖകൾ, സ്വർണം സന്നിധാനത്ത് കൊണ്ടുവന്നതിന്റെ രേഖകൾ, ആ പണി ഏൽപ്പിച്ചതിന്റെ രേഖകൾ, പണി ചെയ്തതിന്റെ രേഖകൾ, ഇങ്ങനെ ഓരോന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന 420ഓളം പേജുകളുള്ള അതീവ പ്രാധാന്യമുള്ള ഫയലാണ് ദേവസ്വം ആസ്ഥാനത്തു നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഫയലിലെ രേഖകൾ അനുസരിച്ച് ദ്വാരപാലക ശില്പം 1564.19 ഗ്രാം സ്വർണം കൊണ്ടാണ് പൊതിഞ്ഞത്. ദ്വാരപാലക ശില്പങ്ങൾ, ഈ 2 ദ്വാരപാലക ശില്പങ്ങളും അതിലെ സ്വർണം മുഴുവൻ അവർ അഴിച്ചുകൊണ്ടുപോയി, പൊതിഞ്ഞ സ്വർണം മുഴുവൻ അഴിച്ചുകൊണ്ടുപോയി. എന്നിട്ട് ചെമ്പ് തെളിഞ്ഞു എന്ന് പറഞ്ഞ് അത് പൂശിയെടുക്കാനാണ് ശ്രമിച്ചത്. 1564.19 ഗ്രാം. അതുപോലെ ശ്രീകോവിലിന്റെ വാതിൽ പാളികളും കട്ടിളയും, ശ്രീകോവിൽ നമുക്കറിയാം, ശ്രീകോവിൽ തുറക്കുമ്പോൾ അതിനൊരു വാതിൽ പാളികളുണ്ട്, അതിന് കട്ടിളയുണ്ട്. ഇത് രണ്ടും പൊതിയാൻ 2550.76 ഗ്രാം സ്വർണം ഉപയോഗിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതും തനി തങ്കമാണ്, 22 കാരറ്റാണ്. അത് പൊതിഞ്ഞിരിക്കുന്നു, പൂശിയിരിക്കുന്നു എന്നല്ല. 2519 ഗ്രാം. തീർന്നില്ല, ചുറ്റുമുള്ള 8 തൂണുകൾ, ഈ ശ്രീകോവിലിന് ചുറ്റും 8 തൂണുകളും സ്വർണം പൊതിഞ്ഞിരുന്നു. ഇത് മോഷ്ടിക്കപ്പെട്ടോ എന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ വാതിൽപ്പാളിയെ കുറിച്ചും ദ്വാരപാലക ശില്പങ്ങളെ കുറിച്ചും മാത്രമാണ് പറയുന്നത്. ഈ 8 തൂണുകൾ പൊതിഞ്ഞിരുന്നു. ഈ 8 തൂണുകളും ഈ വശത്തുള്ള തൂണുകളാണ്. ഇവയ്ക്ക് വേണ്ടി 4302.66 ഗ്രാം ഉപയോഗിച്ചിരുന്നു ഈ തൂണുകൾ പൊതിയാൻ. ഇതുവരെ ഈ തൂണുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വാർത്തകളും പുറത്തു വന്നിട്ടില്ല. അതുകൂടി അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിനൊപ്പം തന്നെ ശ്രീകോവിലിന്റെ മേൽക്കൂരയും സ്വർണം പൊതിഞ്ഞിരുന്നു. ഈ മേൽക്കൂരയിൽ എത്രമാത്രം സ്വർണം ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ ഫയൽ മാത്രം ഇപ്പോൾ ലഭ്യമല്ല. ആ കണക്ക് മാത്രം ഇതിലില്ല. അതെങ്ങനെ സംഭവിച്ചു എന്നതും അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ എത്രമാത്രം സ്വർണം ഉപയോഗിച്ചിരുന്നു, അതിന് ക്വാളിറ്റി എത്രമാത്രമാണ്, അതെങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നതൊക്കെ അടങ്ങുന്ന വിശദാംശങ്ങൾ ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഫയൽ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി എളുപ്പമാണ് അന്വേഷണ സംഘത്തിന്. ഈ സ്വർണം എങ്ങോട്ട് പോയി എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. തീർച്ചയായും ഇതെല്ലാം ഉണ്ടോ? നമ്മളിപ്പോ ദ്വാരപാലക ശില്പത്തിന്റെയും കട്ടിളപ്പള്ളിയുടെയും കഥ പറയുന്നത് പോലെ തന്നെ മേൽക്കൂരയുടെ സ്വർണം, 8 തൂണുകളുടെ സ്വർണമൊക്കെ അങ്ങനെ തന്നെ ഉണ്ടോ? അത് അഴിച്ചുകൊണ്ടുപോയി പകരം സ്ഥാപിച്ചതാണോ?
അത് പുതിയതാണോ തുടങ്ങിയതൊക്കെ പരിശോധിക്കേണ്ടി വരും. മാത്രമല്ല സ്വർണത്തിന്റെ കാലം കൂടി പരിശോധിക്കേണ്ടി വരും. കാരണം 98-ലാണ് ഇത് പൊതിഞ്ഞത്. ഇതിനകത്ത് വലിയൊരു തട്ടിപ്പ് സാധ്യതയുള്ളത്. ഇതൊക്കെ അടിച്ചു മാറ്റിയിട്ട് മറ്റു ഭക്തർ കൊണ്ടുവരുന്ന സ്വർണം, സ്പോൺസർമാർ എന്ന് പറയുന്ന ഒരു തസ്തിക തന്നെ അവിടെ കൊണ്ടുവന്നത് അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു സ്പോൺസർക്ക് ഒരു തൂണ് പൊതിയാം എന്ന് പറഞ്ഞാൽ 4302 ഗ്രാം 8 തൂണുകൾ പൊതിയാനാണ് ഉപയോഗിച്ചത്. അപ്പൊ അതിന്റെ 8-1 മതി ഒരു തൂണ് പൊതിയാൻ. ഭഗവാന്റെ ശ്രീകോവിലിന്റെ ഒരു തൂണ് പൊതിയാൻ നിങ്ങളൊരു 500 ഗ്രാം സ്വർണം തരൂ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ മടിയില്ലാത്ത ആയിരക്കണക്കിന് ഭക്തർ കേരളത്തിലില്ലെങ്കിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ കാണും. അതുകൊണ്ട് ഈ പഴയ സ്വർണമൊക്കെ മുഴുവനായി അവർ അഴിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോഴും സ്വർണമുണ്ടെങ്കിൽ അത് പുതിയതാണോ എന്ന് കൂടി പരിശോധിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഫോറൻസിക് പരിശോധനകളൊക്കെ നടന്നെന്ന് വരാം. ആകെപ്പാടെയുള്ള പ്രശ്നം ഭഗവാൻ ശ്രീകോവിലാണ്. ശ്രീകോവിലിൽ കയറി തെളിവെടുക്കാൻ ചില പരിമിതികളുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ ആചാരങ്ങളിലൂടെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. എന്തായാലും അന്വേഷണ സംഘം തൽക്കാലം ഈ വഴിക്ക് തന്നെ മുമ്പോട്ട് പോകുന്നത് ചില ഉന്നതന്മാരിലേക്ക് എത്തുമെന്നതിന് സൂചനയാണ്. വാസ്തവത്തിൽ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും എല്ലാം ചേർന്ന് ഇപ്പോൾ ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ വലിയ തെളിവായി മാറിയിരുന്നു ഈ ഫയൽ കാണാതെ പോയത്. ഇത് ഹൈക്കോടതിയുടെ ഇടപെടലായതുകൊണ്ട് മാത്രമാണ് ഇവിടം വരെ എത്തിയത്. അല്ലെങ്കിൽ പണ്ടേ മുക്കുമായിരുന്നു. ഹൈക്കോടതി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയാവുന്നത് കൊണ്ടാണ്. ഇവിടെ ഉദ്യോഗസ്ഥരിൽ മാത്രമല്ല രാഷ്ട്രീയക്കാരിലേക്കും ചെല്ലുന്ന സാഹചര്യമുണ്ട്. പടിപടിയായാണ് അന്വേഷണ സംഘം മുമ്പോട്ട് പോകുന്നത്. 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, പ്രധാന സ്പോൺസർ, അയാളെയാണ് ആദ്യം പിടിച്ചത്. 14 ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. സംസ്ഥാനത്തിന് പുറത്തു വരെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. ഇന്നലെ അദ്ദേഹത്തിന്റെ റിമാൻഡ് നീട്ടി. തൽക്കാലം കസ്റ്റഡിയിൽ എടുക്കുന്നില്ല. അദ്ദേഹത്തെ വീണ്ടും റിമാൻഡ് ചെയ്തു. എന്നാൽ ഇനി വീണ്ടും കസ്റ്റഡി അപേക്ഷ കൊടുത്തെടുക്കും. കാരണം അന്വേഷണത്തിൽ പ്രധാനപ്പെട്ടതാണ്. മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം തുടരുകയാണ്. മുരാരി ബാബുവിനെ ഇന്നലെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കസ്റ്റഡിയിൽ ചോദിക്കാത്തത് കൊണ്ട് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ അന്വേഷണമായി തുടരുന്നു. ഇതിനിടയിൽ 3-ാം പ്രതിയെയും പോലീസ് പിടികൂടാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ 3-ാം പ്രതി ഈഞ്ചക്കലിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. 3-ാം പ്രതി സുധീഷ് കുമാർ ആ സമയത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു ഈ വിഷയങ്ങളെല്ലാം. ദീർഘകാലം ശബരിമലയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. 98-ൽ ഇവിടെ സ്വർണം പൊതിഞ്ഞത് അറിയാവുന്ന ആളാണ്. എന്നിട്ടും മഹസർ എഴുതിയപ്പോൾ ഇത് ചെമ്പാണ് എന്ന് പറഞ്ഞ് ഭൂഷണം എന്ന് പറഞ്ഞ് ശുപാർശ ചെയ്തതുമൊക്കെ ഈ സുധേഷ് കുമാറാണ്. സുധേഷ് കുമാറിന്റെ ഭാഗത്ത് വലിയ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ഈ ആസൂത്രണത്തിന്റെ ഭാഗമായി, ഗൂഢാലോചനയുടെ ഭാഗമായി ഭഗവാനെ മോഷ്ടിക്കാൻ കൂട്ടുനിന്നു എന്ന് തന്നെയാണ് പോലീസ് സംഘം സംശയിക്കുന്നത്. ഇങ്ങനെ പടിപടിയായി ഉന്നതരിലേക്ക് എത്തുവാനുള്ള നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ സുപ്രധാനമായ തെളിവ് കണ്ടെത്തിയ ആശ്വാസത്തിലാണ് അന്വേഷണ സംഘം.